ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. ഇന്നീ വീഡിയോയിൽ ബാരിസ്റ്റർ ബാബു സീസൺ 2 മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ തുടങ്ങി വെക്കാൻ വേണ്ടി പോകുന്നത്. ആ സീരിയലിൻ്റെ പേര് ദുർഗ ആൻഡ് ചാരു എന്നാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ ബാരിസ്റ്റർ ബാബു എന്ന ആ ഒരു സീരിയൽ കാണാത്തവർ അതെന്തായാലും ഉറപ്പായിട്ടും കാണുക. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സീസൺ 2 ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. എനിക്ക് സീസൺ 1 അത്ര ഹിറ്റൊന്നും അല്ല സീസൺ 2. അപ്പോൾ കാണാത്തവരെ അതൊന്ന് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ സീസൺ 1 നായകനായിട്ടുള്ള അനിരുദ്ധ് നമ്മളോട് സംസാരിക്കുന്നതായിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. അവൻ്റെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. അപ്പോൾ അവൻ പറയാണ്, ഞാൻ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേയുള്ള എൻ്റെ ജീവിത കഥയാണ്. ബംഗാളിലെ ചെറിയ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ ബോന്ദിത. അവളെല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനൊന്നും ഒരവസാനം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ അനിരുദ്ധ് റോയ് ചൗധരി ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ബോന്ദിതയുടെ പത്തിബാബുവായ ഞാൻ അവളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തുകൊണ്ടേയിരുന്നു. സാഹചര്യം മൂലം വിവാഹം എന്ന ജന്മജന്മാന്തരങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങൾ അകപ്പെട്ടു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതം ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ബന്ധം ഒന്നാവുകയും വളരുകയും വേർപ്പെടുകയും അവസാനം ഞങ്ങൾ എന്നേക്കുമായിട്ട് ഒന്നാവുകയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ പ്രണയത്തിൻ്റെ പ്രതീകമായിട്ട് 2 മക്കളുണ്ട്, ദുർഗയും ദേവിയും എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു കാറിൽ അനിരുദ്ധും ബോന്ദിതയും ദുർഗയും ദേവിയും കൂടി പോകുന്നതാണ് കാണിക്കുന്നത്. അനിരുദ്ധിൻ്റെയും ബോന്ദിതയുടെയും ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അനിരുദ്ധും ബോന്ദിതയും പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ 2 മക്കളുടെയും ജന്മദിനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോന്ദിത അനിരുദ്ധിനോട് പറയുകയാണ്, സമയമൊക്കെ എന്ത് വേഗത്തിലാണല്ലേ പോകുന്നത് പത്തിബാബു എന്ന് ചോദിച്ചിട്ട് അവർ 2 പേരും കൂടി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ ദേവിയോട്, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ലേ ദേവി എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല, നീ എവിടെയുള്ളത് അവിടെ ഞാനും ഉണ്ടാവുമെന്ന് ദേവി പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു വണ്ടി വന്നിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ അനിരുദ്ധിൻ്റെയും ബോന്ദിതയുടെ ആ വണ്ടി ചെന്നിട്ട് ഒരു മരത്തിൽ ഇടിക്കുകയാണ്. അപ്പോൾ മറ്റേ വണ്ടിയിലെ ആൾ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അനിരുദ്ധ് ബോന്ദിതയും ആ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ടാകും. ബാക്ക് സീറ്റിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ അവിടെയുള്ള സ്ലേറ്റിൽ ഇന്ന് ജന്മദിനമാണെന്ന് എഴുതി വെച്ചത് കണ്ട് അയാൾ സങ്കടപ്പെട്ടിട്ട്, ഇന്ന് ഈ കുട്ടിയുടെ ജന്മദിനമായിരുന്നു ദൈവമേ, ഈ ഒരു നല്ല ദിവസം തന്നെ അവൾക്ക് അവളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയല്ലോ ഞാൻ കാരണം, എൻ്റെ ഒരു അശ്രദ്ധ മൂലമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഏതായാലും ഈ കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന ദേവിയെ അയാൾ എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് ഒരു കുട്ടി ദേവി എന്ന് വിളിച്ചിട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ദുർഗ. അവൾ ശരിക്കും കാണാൻ നമ്മുടെ ബോന്ദിതയുടെ പോലെ തന്നെ ഉണ്ടാവുക. വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. അന്ന് ആ ആക്സിഡൻറ്റിൽ ദേവി അവൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ദുർഗയെ കാണാൻ ബോന്ദിതയുടെ പോലെ ആണെങ്കിലും സ്വഭാവം നേർ വിപരീതമാണ്. തീരെ ധൈര്യമല്ല, ഭയങ്കര പേടിയാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് പേടിച്ചിട്ട് അവൾ അലമാരിയിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഈ അനിരുദ്ധിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. അവൻ പറയാണ്, ഇന്ന് ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളുടെ മക്കളാണ് വേർപിരിഞ്ഞത്, പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവർ വീണ്ടും ഒന്നിക്കുമെന്ന്. ഇപ്രാവശ്യം ബന്ധങ്ങളും കഥാപാത്രങ്ങളും അവരുടെ സ്വപ്നങ്ങളും വ്യത്യസ്തമാണ്, അവരുടെ യാത്രയും പുതിയതാണ് എന്നവൻ പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ അനിരുദ്ധിൻ്റെയും ബോന്ദിതയുടെയും ഫോട്ടോ നോക്കിയിട്ട് നമ്മുടെ അനിരുദ്ധിൻ്റെ അച്ഛൻ ബിനോയ് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആളുടെ ഭ്രാന്തൊക്കെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ അവസാനത്തിലെ ആൾക്ക് ഭ്രാന്തുള്ളതായിട്ടല്ലേ കാണിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആൾ ഭ്രാന്തൊക്കെ മാറിയിട്ട് നല്ല ആരോഗ്യവാനായിട്ടുണ്ട്. അപ്പോൾ ബിനോയ് ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാണ്, ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് വെറുപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അനിരുദ്ധേ, പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലുതെന്ന്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ നീ എൻ്റെ കൂടെ ഇല്ല, നിൻ്റെ ഓർമ്മകൾ മാത്രമേ എൻ്റെ ഒപ്പമുള്ളൂ. ദുർഗയും അതോർത്താണ് ജീവിക്കുന്നത്. അവളുടെ ഹൃദയം ഇപ്പോഴും ദേവിയായിട്ടുള്ള ബന്ധനത്തിലാണ്. അവളെ ദേവിയെയും നീയൊന്ന് ഒന്നിപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ പോയാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധിൻ്റെ അച്ഛൻ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് സമ്പൂർണ്ണ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ബിനോയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ദേവിയെ നമുക്ക് തിരിച്ചു കെട്ടുമെന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം സമ്പൂർണ്ണ ദുർഗയെ ചെന്നിട്ട് അവളുടെ റൂമിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അലമാരയിൽ നിന്ന് അവളെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അവൾക്ക് നന്നായിട്ട് പനിക്കുന്നൊക്കെ ഉണ്ടാവും.
അപ്പോൾ അവളെ ബെഡിൽ കൊണ്ടുപോയിട്ട് കിടത്തുമ്പോഴും അവൾ ദേവി ദേവി എന്ന് വിളിച്ചിട്ട് കരയായിരിക്കും. അപ്പോൾ ബിനോയ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗാദേവി എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എന്നെ എന്ത് വന്നാലും രക്ഷിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബിനോയ് ഉറപ്പായും നീ ഇത്ര പാവമാണെങ്കിൽ അവൾക്ക് നല്ല ധൈര്യമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അവൾ നല്ല കില്ലാടിയൊക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു തെരുവിലെ സർക്കസിൽ ഓരോ പ്രകടനങ്ങൾ ചെയ്യുന്ന ദേവിയാണ് കാണിക്കുന്നത്. അവിടെയുള്ളവരെല്ലാം അവളെ ചാരു എന്ന പേരിലാണ് വിളിക്കുന്നത്. പിന്നെ റോയ് ചൗധരി വീട്ടിലെ അനിരുദ്ധിനും ബോന്തയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ ചെന്നിട്ട് കയ്യിൽ കർപ്പൂരം തിരിയും കത്തിച്ച് വെച്ചിട്ട് ദേവി തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ആ പൂജാമുറിയിൽ തന്നെ ദുർഗ കുഴഞ്ഞു വീഴുകയാണ്. അപ്പോൾ ഇതേ സമയം സർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരുവും നിലത്തേക്ക് വീഴുന്നുണ്ട്. അവളുടെ കയ്യിലും പൊള്ളലേറ്റ പോലെയൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ അവൾ അച്ഛാന്ന് വിളിച്ചിട്ട് ഒരാളോട് പറയുന്നുണ്ട്. ആ ആളാണ് അന്ന് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം ദേവി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയതും. അപ്പോൾ അയാളുടെ ഭാര്യ വന്നിട്ട് അവൾ സർക്കസ് തെറ്റിച്ചതിനും അവൾ അവിടെ വീണതിനും നന്നായിട്ട് ചീത്ത പറയുമ്പോൾ ബോന്തയുടെ പോലെ തന്നെ നല്ല ധൈര്യത്തിൽ തിരിച്ച് അവൾ നല്ല ചീത്ത ആ സ്ത്രീയെയും പറയുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണ പൂജാമുറിയിൽ വന്നിട്ട് ദുർഗയെ എടുത്തുകൊണ്ട് പോയിട്ട് അവൾക്ക് കയ്യിൽ മരുന്നൊക്കെ പരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോൾ അതിന് തീരെ താല്പര്യമില്ലാത്ത പോലെയും അവൾ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ അവിടേക്ക് സമ്പൂർണ്ണയുടെ മോള് സോമന വരുന്നുണ്ട്. ശരിക്കും സീസൺ 1 ശാശ്വതി എന്നായിരുന്നു ആ സമ്പൂർണ്ണയുടെ മോളുടെ പേര്. ഇതെന്താ മാറ്റിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ സോമന എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സോമന പറയുന്നുണ്ട് അവളാകെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഈ മുഖം കണ്ട എല്ലാവരും അവളെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ നീ മിണ്ടാതെ ഇരിക്കുക, എൻ്റെ ദുർഗ നല്ല ധൈര്യമുള്ള കുട്ടിയാണ് അവളുടെ അമ്മയുടെ പോലെ എന്ന് പറയുമ്പോൾ സോമന അവളുടെ അമ്മയുടെ ഒരു കഴിവും അവൾക്കില്ല, മുഖം മാത്രമേ അതുപോലെയുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ട് ദുർഗ സങ്കടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ അമ്മയെ പോലെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ നീ നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോയാൽ മാത്രം മതി, അതും കൂടെ ആയാൽ നീ നിൻ്റെ അമ്മയെ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ചാരു അവിടെയുള്ള സ്കൂളിൻ്റെ പുറത്ത് നിന്നിട്ട് ആ കുട്ടികൾ പഠിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചിട്ട് എനിക്കും സ്കൂളിൽ പോകണം, ഇവരൊക്കെ പഠിക്കുന്നത് പോലെ എനിക്കും പഠിക്കണമെന്ന് അവിടെ നിന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ വീട്ടിലേക്ക് പോയിട്ട് നിൽക്കുമ്പോൾ ആ സ്ത്രീ വീണ്ടും വന്നിട്ട് അവളെ ചീത്ത പറയാണ്. അതിൻ്റെ ഇടയിൽ അമ്മയെക്കുറിച്ചിട്ട് മോശമായിട്ട് അവളോട് സംസാരിക്കുമ്പോൾ ചാരു ദേഷ്യപ്പെട്ടിട്ട് എൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ദേഷ്യത്തോടെ ആ സ്ത്രീയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെന്നിട്ട് ആ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ് നീയൊന്ന് ഇതൊക്കെ ഒന്ന് ക്ഷമിക്കുക, കാരണം അവൾ ഓരോന്ന് സർക്കസിലെ ഓരോ സാഹസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഞാൻ അവളുടെ അച്ഛനും നീ അവളുടെ രണ്ടാനമ്മയും അല്ല എന്നുള്ള സത്യം അവൾ ഒരിക്കലും അറിയാൻ വേണ്ടി പാടില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ കള്ളം പറഞ്ഞിട്ടാവും അവളെ കൂടെ നിർത്തിയിട്ടുണ്ടാവുക. അയാൾ അച്ഛനാണെന്നും അവളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് രണ്ടാനമ്മയാണെന്നും അവളുടെ അമ്മ മരിച്ചു പോയി എന്നൊക്കെയാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ പിന്നെയും ചാരുവും ആ സ്ത്രീയും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അടിയാവുകയാണ്. അങ്ങനെ ആ സ്ത്രീ അവളെ ഒരു ചെറിയ കൂട്ടിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അവൾ ദേഷ്യത്തിൽ അത് തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീ അത് കാര്യമാക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ദുർഗ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാവരും കൂടിയിട്ട് അവളെ കളിയാക്കുന്നുണ്ട്. അവളിരിക്കുന്ന സീറ്റിലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവളെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ പേടിച്ചിട്ട് നന്നായിട്ട് കരയുകയാണ്. അപ്പോൾ ഇതറിഞ്ഞിട്ട് സമ്പൂർണ്ണ അവളുടെ സ്കൂളിലേക്ക് വരുന്നുണ്ട്, പ്രിൻസിപ്പാളിനോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ചാരുവിനെ കാണിക്കുകയാണ്. രാവിലെ ആയപ്പോൾ ആ വാതിൽ അവളെ എങ്ങനെയൊക്കെയോ തള്ളി തുറക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ കൂട്ടുകാരി ബോലി എന്നാണ് പേര്. അപ്പോൾ അവളുടെ ഒപ്പം അവളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു കുട്ടിയുടെ ബുക്ക് നിലത്തേക്ക് വീഴുന്നത് അവൾ കാണുകയാണ്. അപ്പോൾ ആ ബുക്ക് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബോലി അവളോട് പറയുന്നുണ്ട് നിനക്ക് പഠിക്കാനൊക്കെ ഇഷ്ടമല്ല, നിനക്ക് ഈ ബുക്ക് കൊണ്ട് പഠിച്ചുകൂടെ, നീ എന്തിനാ ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചാരു പറയാണ് ഇത് എൻ്റെ ബുക്കല്ലല്ലോ, ഇത് ആ കുട്ടി പഠിക്കുന്ന ബുക്കല്ലേ, അപ്പോൾ ഇതെന്തായാലും തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സമ്പൂർണ്ണനെ തന്നെയാണ് കാണിക്കുന്നത്. സമ്പൂർണ്ണ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രിൻസിപ്പൽ കുറച്ച് കുട്ടികളെ അവിടെ കൊടുന്ന് നിർത്തിയിട്ട് ദുർഗയോട് ചോദിക്കുകയാണ് നിന്നെ ഇതിൽ ഏത് കുട്ടിയാണ് ഉപദ്രവിച്ചത്, നിന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദുർഗയാണെങ്കിൽ അവരെയൊക്കെ നോക്കിയിട്ട് ആകെ പേടിച്ചിട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ സീരിയലിനെ കുറിച്ച് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിലും ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യുന്ന കാണാമറയത്ത് എന്നുള്ള സീരിയലും നാഗകന്യക 3 എന്നുള്ള സീരിയലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. നാഗകന്യക 3 മല്ലു ഡ്രാമ ബോക്സ് 2.0 എന്ന ചാനലിലാണ് അപ്ലോഡ് ആക്കിയിട്ടുള്ളത്.
അപ്പോൾ ബാരിസ്റ്റർ ബാബു സീരിയലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.